ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം മമതയെ കൗണ്ടർ ചെയ്യാൻ നല്ലൊരു നേതാവില്ല എന്നതായിരുന്നു. ഒരു ബംഗാളി, ഒരു പാൻ ബംഗാളി ഇമേജ് ഉള്ള ഒരു ലീഡർ ഇല്ല എന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ന്യൂനത. അത് ബി.ജെ.പിക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരി ഇപ്പോൾ ഒരു ഫാക്ടറാണ്. അദ്ദേഹത്തിന് മമതാ ബാനർജിയുടെ എല്ലാ വീക്ക്നെസ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആ പാളയത്തിൽ നിന്ന് വന്ന ലീഡറാണ്. അപ്പൊ അത് ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ പുരുളിയ, ബാങ്കുറ, മെഡ്നിപ്പൂർ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. ഇപ്പം അത് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം സജീവമായിട്ട് തന്നെ ക്യാമ്പയിനിങ്ങിൽ ഈ സുവേന്ദുയുടെ ഒരു ഫാക്ടർ കാണാൻ സാധിക്കും. ഇപ്പൊ ബി.ജെ.പിയുടെ ലേറ്റസ്റ്റ് ഈ ഒരു ഇന്റേണൽ സർവേയിൽ ഒരു 115 to 125 സീറ്റ് എന്തായാലും ബി.ജെ.പിക്ക് നേടാൻ പറ്റുമെന്നാണ് അവരുടെ ഒരു 77 നിന്ന് 115, 120 ഉയർത്താൻ സാധിക്കുന്നു. 2021 ഇലക്ഷനിൽ ഏതാണ്ട് 60 ലക്ഷമാണ് ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള ഡിഫറൻസ്, തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ. അപ്പൊ ഈ 60 ലക്ഷം എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് കഴിഞ്ഞ ഇലക്ഷനിൽ. 90 ലക്ഷം വോട്ടുകൾ ഇല്ലാതായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പുറത്തു പോയതിൽ ഭൂരിഭാഗവും മമതയുടെ വോട്ടേഴ്സ് ആണെന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു അനാലിസിസ്. 116 മണ്ഡലങ്ങൾ ബംഗാളിൽ, അതാണ് ഏറ്റവും മമതയുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലങ്ങൾ. 116 മണ്ഡലങ്ങൾ. ആ 116 മണ്ഡലങ്ങളിൽ 106 മണ്ഡലങ്ങളിലും മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഒന്ന് ആലോചിക്കണം, 116, 106. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയും, 116 മണ്ഡലങ്ങളിലും മുസ്ലിം ജനസംഖ്യ വളരെ നിർണായകമാണ്. അതായത് 25 മുതൽ 30% അല്ലെങ്കിൽ അതിലധികമോ ജനസംഖ്യയുള്ള മുസ്ലിം വോട്ടേഴ്സ് ഉള്ള മണ്ഡലങ്ങളാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 80% പേർ മമതാ ബാനർജിയാണ് പിന്തുണയ്ക്കുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ കണക്ക് നോക്കിയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാലും അതൊരു ഫാക്ടറാണ്. ബി.ജെ.പിക്ക് മുമ്പുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലങ്ങളിൽ എത്രത്തോളം ഇമ്പാക്ട് ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ 116 മണ്ഡലങ്ങളിൽ ഇത്തവണയും മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. പിന്നെ മുസ്ലിം പാർട്ടീസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ മുൻ വിശ്വസ്തൻ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, ഉന്നയാൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പാർട്ടിക്ക് എത്രത്തോളം ഒരു മുസ്ലിം വോട്ട് പിടിക്കാൻ പറ്റും? ഒവൈസിയുടെ പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ച് വോട്ടുകൾ അവർ പിടിക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറും. പിന്നെ 3 പ്രധാനപ്പെട്ട കാര്യമാണ് മമതാ ബാനർജിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 M's എന്ന് പറയും. ഒന്ന് മഹിള, ഒന്ന് മുസ്ലിം വോട്ട്, പിന്നെ മമതാ ബാനർജി എന്നുള്ള ബ്രാൻഡ്. അപ്പൊ അതിൽ ഈ മഹിളാ വോട്ട് എങ്ങനെ തിരിയുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഫൈനൽ ഔട്ട്കം. ഈ പൊതുവിൽ മഹിളകൾ ഒപ്പം നിൽക്കാനുള്ള കാരണം ക്ഷേമ പദ്ധതികൾ തന്നെയായിരിക്കും. അതെ. ഒന്ന് മമതാ ബാനർജി അവരിൽ നിന്നുള്ള ഒരു നേതാവാണെന്നുള്ള ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ലീഡർ. അവിടെ വേറൊരു വനിതാ ലീഡർ ഇല്ല. ആ ഒരു ഓറയുള്ള, അത്രയും പിന്തുണയുള്ള ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ദുർഗയും കാളിയൊക്കെ ആരാധിക്കുന്ന ആ ഒരു കൾച്ചറാണല്ലോ ബംഗാളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മമതയുടെ ലക്ഷ്മി ഭണ്ഡാർ യോജന എന്ന് പറയുന്ന സ്കീം, മാസം 1750 രൂപ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട് സ്ത്രീകൾക്ക്. അത് ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിട്ടാണ്. ഏതാണ്ട് 2 കോടിയിലധികം വരുന്ന ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇത്തവണ ബി.ജെ.പി അധികാരത്തിൽ വരികയാണെങ്കിൽ 3000 ആക്കി ഉയർത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന പണം അതൊരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. മറ്റേത് ഉറപ്പില്ലല്ലോ, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഫാക്ടറാണ്. പക്ഷെ ഇതിനിപ്പോ തിരിച്ചടി ആവാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം റേറ്റ്. ശരിയാണ്. നമ്മൾ ബംഗാളിലേക്ക് നോക്കുമ്പോൾ വനിതകൾക്കെതിരായ ഒരു ക്രൈം റേറ്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം ടോപ്പ് 4 പെടും ഇന്ത്യയിൽ തന്നെ. അതായത് അത് മാത്രമല്ല, പലതും കൺവിക്ഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ ആർജിക്കർ ഇൻസിഡന്റ്, അത് അവരുടെ ആ മരിച്ച കുട്ടിയുടെ അമ്മ മത്സരിക്കുന്നുണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട്. അപ്പൊ അത് ഒരു വലിയ ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അന്ന് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു അല്ലെ. അത് ബി.ജെ.പിക്ക് നല്ല രീതിയിൽ ചർച്ചയാക്കാനും സാധിച്ചു. സന്ദേശ് കാലി പോലെയല്ല ആർജിക്കർ. കാരണം ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സൗത്ത് ബംഗാൾ, അതായത് കൊൽക്കത്ത, ഹുഗ്ലി, ഹൗറ, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ആ റീജിയൻ മമതയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. അവിടെ കൂടുതലായിട്ട് ഈ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ഭദ്രലോക് എന്ന് പറയപ്പെടുന്ന വിഭാഗക്കാരാണ് നിർണായകം. ബാനർജി, മുഖർജി, ചാറ്റർജി, ഫോർവേഡ് കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവർക്കിടയിൽ ഈ ആർജിക്കർ ഇഷ്യൂ ഒരു ചലനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരു ആന്റി ഇൻകംബൻസി ആ രീതിയിൽ വരുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഇത്തവണ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ സാധ്യതയുണ്ട് അപ്പർ കാസ്റ്റുകളുടെ ഇടയിൽ അല്ലെ. ബംഗാളിലൊരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസ് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള 2 വിഭാഗക്കാർ അവരെ പിന്തുണയ്ക്കുന്നത്. ഒന്ന് മുസ്ലിംസ്, നമ്മൾ 27-28% വരുന്ന ഒരു വിഭാഗം. അത് കൂടാതെ ഫോർവേഡ് കാസ്റ്റ്, ഹിന്ദു ഫോർവേഡ് കാസ്റ്റ്, അങ്ങനെ ഒരു സംഭവം വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളതാണ്.